ഹായ്, ഞാൻ ജോസ് തയ്യിൽ. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്ന വിഷയം, കഴിഞ്ഞ ദിവസം ഞാൻ വുമൺ എംപവർമെൻറ്റിനെ കുറിച്ച് പല വീഡിയോകൾ ഇട്ടിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോയാണിത്. സ്ത്രീകളുടെ ഷോപ്പിംഗ് അനുഭൂതിയെക്കുറിച്ചാണ്. സ്ത്രീകൾക്ക് ഷോപ്പിംഗ് സംസാരം പോലെ ആനന്ദം നൽകുന്നൊരു കാര്യമാണ്. സ്ത്രീകൾക്ക് ഷോപ്പിങ്ങിൻ്റെ ദൈർഘ്യം എത്രമാത്രം കൂടുന്നോ അത്രമാത്രം സന്തോഷം അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ പുരുഷന്മാർക്ക് പെട്ടെന്ന് ദേഷ്യം കയറും. അവർ ഭാര്യമാരുടെ കൂട്ടത്തിൽ കടകളിൽ പോയാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് അരിശം വരും, കോപം വരും, വാ പോകാം എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോരും. പുരുഷന്മാരുടെ ഷോപ്പിംഗ് അനുഭൂതി എന്ന് പറയുന്നത് പരമാവധി ഒരു കടയിൽ 20 മിനിറ്റാണ്. 20 മിനിറ്റിൽ കൂടിക്കഴിഞ്ഞാൽ അവൻ ആകെ അസ്വസ്ഥത ഉളവാക്കും. ഞങ്ങൾ സാധാരണ സെയിൽസ്മാൻമാർക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. ഒരു കസ്റ്റമറെ എങ്ങനെ കൈകാര്യം ചെയ്യണം, സ്ത്രീകളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, പുരുഷന്മാരെ എങ്ങനെ കൈകാര്യം ചെയ്യണം. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ടൗണുകളിൽ പോകുമ്പോൾ വലിയ ജ്വല്ലറികളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ആ ജ്വല്ലറിയിലേക്ക് കയറി ചെല്ലും. ഉടനെ സുന്ദരിയായ ഒരു പെൺകുട്ടി വന്ന് ആ ഡോറ് തുറന്ന് ഗുഡ് മോർണിംഗ് എന്ന് പറയും. ഗുഡ് മോർണിംഗ് സാർ, ഗുഡ് മോർണിംഗ് മാഡം എന്ന് പറഞ്ഞ് നമ്മളെ ഉള്ളിലേക്ക് വിളിച്ച് കൊണ്ടുപോകും. എന്നിട്ട് ഭർത്താക്കന്മാരെ കൊണ്ടുപോയി അവരിരുത്തുന്നത് നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ ജ്വല്ലറിയുടെ ഏറ്റവും നടുക്കളത്തിൽ സോഫയിൽ കൊണ്ടുപോയി അവരെ ഇരുത്തും. ഭാര്യമാരോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? വളയാണ് വേണ്ടെങ്കിൽ വളയുടെ കൗണ്ടറിൽ കൊണ്ടുപോകും, മാലയാണ് വേണ്ടെങ്കിൽ മാലയുടെ കൗണ്ടറിൽ കൊണ്ടുപോയി ഇരുത്തി അവർക്ക് ഓരോ സാധനങ്ങൾ എടുത്ത് കാണിച്ച് അവരുടെ മനസ്സിന് ഇണങ്ങുന്ന സമയം വരെ അവരെ അവിടെ ഇരുത്തി കൈകാര്യം ചെയ്യാൻ സെയിൽസ്മാൻമാർക്ക് പ്രത്യേകം ട്രെയിനിങ് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയം നമ്മുടെ പുരുഷൻ എവിടെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ അയാളെ സോഫയിലിരിക്കും. അദ്ദേഹത്തിന് അവിടെ കൊണ്ടുപോയി എന്താണോ ആവശ്യം അത് കൊടുക്കാൻ വേണ്ടി അതിനുവേണ്ടി തന്നെ ആൾക്കാരെ അവിടെ അറേഞ്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ചില പുരുഷന്മാർക്ക് ചായ ആയിരിക്കും ഇഷ്ടം. അപ്പോൾ സെയിൽസ്മാൻ വന്ന് ചോദിക്കും, സർ ചായ, സർ കോഫി, സർ കൂൾ ഡ്രിങ്ക്സ്. അങ്ങനെ ആ കസ്റ്റമറുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അയാൾക്ക് ആവശ്യമുള്ള സാധനം കൊടുത്ത് അയാൾ അവിടെ ഇരുത്തിയിരിക്കുക. എന്നിട്ട് അയാളുടെ മുന്നിൽ കുറച്ച് ന്യൂസ് പേപ്പർ എടുത്തിട്ട് കൊടുത്തിരിക്കും. അയാൾ ഏത് മതത്തിൽപ്പെട്ടതാണ്, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടതാണെന്നൊക്കെ മനസ്സിലാക്കിയാൽ അത്തരത്തിലുള്ള പത്രങ്ങൾ അയാളുടെ മുന്നിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കും. അങ്ങനെ അയാൾ ഈ പത്രം ഇരുന്ന് വായിച്ച് ആസ്വദിച്ച് അവിടെ ഇരിക്കും. അവിടെ നിന്ന് എണീക്കാൻ സമ്മതിക്കില്ല. വേണമെങ്കിൽ ഒരു TV അവിടെ ഓണാക്കിയിട്ട് കൊടുക്കും. അതെന്താണ്? ആ TV യിൽ വാർത്താ ചാനലുകളായിരിക്കും. അങ്ങനെ അവർ ഈ വാർത്തയും കണ്ട് പത്രവും വായിച്ച് ചായയും കുടിച്ച് അവിടെ ഇരുത്തും. അവിടെ നിന്ന് എണീക്കാൻ സമ്മതിക്കില്ല. ഈ സ്ത്രീകൾ അവർക്ക് വേണ്ട സാധനം സെലക്ട് ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഈ സെയിൽസ്മാൻ ഈ ഭർത്താവിൻ്റെ അടുത്ത് എന്ന് പറയുള്ളൂ, സാർ നമുക്ക് ബില്ലെല്ലാം ആകേണ്ടതുണ്ട്, ബില്ല് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇയാളെ വിളിക്കുക. എപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളുക, പുരുഷന് ഷോപ്പിംഗ് എന്ന് പറയുന്നത് ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ അവൻ അരിശം വരും, ദേഷ്യം വരും, വാടി എടുക്കടി മതി എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഭാര്യയെ കൂട്ടിപ്പോരും. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് പുരുഷന്മാരെ ഇങ്ങനെ മാറ്റിയിരുത്തുന്നത്. അതുകൊണ്ട് എപ്പോഴും ഷോപ്പിംഗ് എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും 2 രീതിയിലാണ്. സാധാരണ ഷോപ്പിങ്ങിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഭർത്താക്കന്മാർ എന്തെങ്കിലും ഒരു സാധനം മേടിച്ച് വീട്ടിൽ കൊണ്ടുവരും. ചിലപ്പോൾ സാരിയൊക്കെ വാങ്ങിച്ച് ഭാര്യമാർക്ക് കൊടുക്കാറുണ്ടാവും. ഭാര്യയുടെ അടുത്തേക്ക് ഒരു സാരിയുമായി ഭർത്താവ് വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഭാര്യയ്ക്ക് കൊണ്ടൊരു സാരി കൊടുക്കും. എങ്ങനെയുണ്ടടിയും ചോദിക്കുമ്പോൾ ഭാര്യ നോക്കിയിട്ട് പറയും, ഓ ചേട്ടാ, ഇത് കൂട്ട് 3-4 സാരി ഇവിടെ ഇരിപ്പില്ല, ഈ കളറിൽ ഇത് തന്നെയാണോ പിന്നെയും എനിക്ക് മേടിച്ചുകൊണ്ട് തരുന്നത് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഭർത്താവ് വാങ്ങിച്ചു കൊണ്ട് തരുന്ന ആ സാരി ഭർത്താവിൻ്റെ മനസ്സിനിണങ്ങുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലാണ് ഈ സാരി വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. പക്ഷെ ഭാര്യ ആ സാരിയെ നോക്കിക്കാണുന്നത് മറ്റൊരു തരത്തിലാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഭർത്താവ്, ഞാൻ സാധാരണ പറയാറുണ്ട്, ഭർത്താവ് ഒരു സാരി വാങ്ങിച്ചു കൊണ്ടുവന്നാൽ അതിനെ നോക്കി കുറ്റം പറയാറ് പാടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കണ്ണുകൊണ്ടാണ് അദ്ദേഹം ഇത് കണ്ടിരിക്കുന്നത്. ആ കണ്ണുകൊണ്ടാണ് നിങ്ങളെയും അദ്ദേഹം സെലക്ട് ചെയ്തിരിക്കുന്നത്. പല സുന്ദരി പെണ്ണുങ്ങളെയും അദ്ദേഹം വിവാഹത്തിന് പെണ്ണ് കാണാൻ പോയതാണ്. പക്ഷെ ആരെയും അദ്ദേഹത്തിന് കണ്ണിന് പിടിച്ചില്ല. നിങ്ങളെയാണ് അദ്ദേഹത്തിന് കണ്ണിന് പിടിച്ചത്. ആ കണ്ണുകൊണ്ടാണ് അദ്ദേഹം ഈ സാരിയും സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അദ്ദേഹം കൊണ്ടുവരുന്ന സാരിയെ നോക്കി കുറ്റം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, നമ്മളെ തന്നെ കുറ്റം പറയുന്നതിന് തുല്യമാണ്. നിങ്ങൾക്ക് എന്നെ കിട്ടിയുള്ളൂ എന്ന് ചോദിക്കുന്നതിന് തുല്യമാണ്. ഭർത്താവിൻ്റെ കാഴ്ച എന്ന് പറയുന്നതിന് പ്രത്യേകതയുണ്ട്. കണ്ണിൻ്റെ റെറ്റീനയിൽ കറുപ്പും വെളുപ്പും തിരിച്ചറിയാൻ സഹായിക്കുന്ന 130 മില്യൺ റോഡാകൃതിയിലുള്ള സെല്ലുകൾ കൊണ്ടാണ്, അത് വർണ്ണങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന 1 മില്യൺ കോൺ ആകൃതിയിലുള്ള സെല്ലുകൾ കൊണ്ടാണ് ഈ കണ്ണിൻ്റെ റെറ്റീന സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ വർണ്ണ സെല്ലുകളെ പ്രദാനം ചെയ്യുന്നത് S ക്രോമസോണുകളാണ്. പുരുഷന് ഒരു S ക്രോമസോൺ ഉള്ളപ്പോൾ സ്ത്രീക്ക് 2 S ക്രോമസോണാണ് ദൈവം നൽകിയിരിക്കുന്നത്. ഇത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസമാണ്.
പുരുഷന്മാർക്ക് സാധാരണ അടിസ്ഥാന നിറങ്ങളായ ചുവപ്പ്, നീല, പച്ച ഇവയാണ് അവരിന് തിരിച്ചറിയാൻ സാധിക്കുക. അവൻ സംസാരിക്കുമ്പോഴൊക്കെ അത്തരത്തിലുള്ള കളറുകളെക്കുറിച്ചാണ് പറയുക. എന്നാൽ നിങ്ങൾ കടയിൽ വിടുന്ന സ്ത്രീകളെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം, ഒരു തുണിക്കടയിൽ വന്നു കഴിഞ്ഞാൽ ഒരു സ്ത്രീ ചോദിക്കുന്നത് ഒലിവ് ഗ്രീൻ, പീക്കോക്ക് ബ്ലൂ, സ്കൈ ബ്ലൂ, റോയൽ ബ്ലൂ, ആപ്പിൾ ഗ്രീൻ, ചെറി റെഡ്, ഓഫ് വൈറ്റ്, പാരറ്റ് ഗ്രീൻ, ഇങ്ങനെ തുടങ്ങി 1000 നിറങ്ങളെക്കുറിച്ചാണ് അവൾ സംസാരിക്കുക. ഇത്തരത്തിലൊരു നിറത്തിൻ്റെ പേര് പറയാൻ പോലും സാധാരണ പുരുഷന്മാർക്ക് സാധിക്കില്ല. ഇതൊരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസമാണ്. അതുകൊണ്ട് ഒരിക്കലും ഭർത്താക്കന്മാർ കൊണ്ടുവരുന്ന സാധനത്തെ നോക്കി ഭാര്യമാരൊരിക്കലും ചിരിക്കരുത്, കളിയാക്കരുത്. അത് അവൻ്റെ കണ്ണിനിണങ്ങിയ രീതിയിൽ കണ്ടുപിടിക്കപ്പെട്ടതാണ്, അതിനെ നോക്കി കുറ്റം പറയരുത്. അതുകൊണ്ട് ഷോപ്പിങ്ങിന് പറ്റുമെങ്കിൽ ഭർത്താക്കന്മാരെ കൂടാതെ പോകുന്നതാണ് എപ്പോഴും നല്ലത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സാധനങ്ങൾ വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും. കാരണം നിങ്ങളുടെ കണ്ണിൻ്റെ റെറ്റിനയുടെ പ്രത്യേകത അത്തരത്തിലാണ്, ഭർത്താക്കന്മാർക്കതില്ല. ഈ വ്യത്യാസം നമ്മളെപ്പോഴും തിരിച്ചറിയണം. ഞാൻ അടുത്ത ദിവസം നിങ്ങൾക്ക് വേണ്ടി മറ്റൊരു സ്ത്രീയുടെ മേന്മയെക്കുറിച്ച് നിങ്ങളുടെ മുന്നിൽ വരും വരെ നമുക്ക് കാണാം. ഇത്രയും ശ്രമിച്ചതിന് നന്ദി.